പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു പുതിയ ചാനൽ ഇന്നലെ പോലെ ഞാൻ തുടങ്ങി. അപ്പം ഇന്നലെ പറഞ്ഞിരുന്നല്ലോ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ഞാൻ മനോജ് കുമാർ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ എൻ്റെ വീടൊക്കെ മൊത്തത്തിലൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പഴക്കം ചെന്നൊരു വീടാണ് അത്. പണ്ടത്തെ കാലത്ത് നമ്മുടെ പ്രയത്നം കൊണ്ട് ഞാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പാറയും കല്ലെല്ലാം പൊട്ടിച്ച് പകുതി മുക്കാലും പണി നമ്മൾ തന്നെയാണ് കൂടുതലെല്ലാം ചെയ്തത്. അന്നത്തെ കാലത്ത് ഒരു 89-90 കാലഘട്ടത്തിൽ നമ്മുടെ ഒരുപാട് പ്രയത്നം കൊണ്ട് പണിതൊരു വീടാണിത്. വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇന്നത്തെ ശോചനീയാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ചെറിയ കരകൗശലം പരിപാടിയൊക്കെ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറുപ്പത്തിലുണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണിത്. ഈ സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഇത് ഒരു തേക്കിൻ്റെ കാതലാണ് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് ഒരു ഇരിപ്പിടം പോലെ ഒരു സ്റ്റൂള് പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംഭവം. ഇത് വീട് പണിത കാലത്ത് ഉണ്ടാക്കിയിട്ടതായിരുന്നു. വീടൊക്കെ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് വീട് പണിത് കഴിഞ്ഞപ്പം വീടിനകത്തൊരു ഇരിപ്പിടം ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഒരു കൈക്കോടാലി മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി. അത് ഇന്നും ഒരു കേടുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, ഇതാണ് വീടിൻ്റെ അവസ്ഥയൊക്കെയാണ് ഈ കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അതാണ് അവസ്ഥ. ഇത് ഫ്രണ്ട് ഭാഗം ആസ്പെറ്റോസാണ്. ഇത് വീടിൻ്റെ ഹാളാണ് പഴയ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് കംപ്ലീറ്റ് ഓടാണ്. താഴെ കംപ്ലീറ്റ് മുഴുവനും ഓടാണ്. ഇത് കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പട്ടികയെല്ലാം മൊത്തത്തിൽ പോയി, ഉത്തരമെല്ലാം മൊത്തം ചെതലെടുത്ത് വളരെ ദുർബലമായ ഒരവസ്ഥയാണ്. ഇത് മൊത്തം ഇതൊന്നും തലേ വീഴാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വലിച്ച് കെട്ടിയിരിക്കുന്നതാണ്. നല്ല പണി കിട്ടും. മഴ പെയ്താൽ തുള്ളി വെള്ളം പോലും വെളിയിലൊന്നും പോകത്തില്ല. പട്ടിക മുഴുവനും പോയി, എല്ലാം മൊത്തം ചാടാറായി. മഴ പെയ്ത് കഴിഞ്ഞാലും മൊത്തം പ്രശ്നമാണ്. ഈ മഴക്കാലം തന്നെ പിടിച്ചു നിൽക്കാൻ പാടാണ് നമുക്ക്. അല്ല, പ്ലാസ്റ്റിക് പടുതയൊക്കെ വലിച്ച് വെള്ളിട്ടാൽ തോണെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇതൊക്കെ ഒടിഞ്ഞു ചാടാറായ അവസ്ഥയാണ് മൊത്തം. ഇവിടെ എല്ലാം മൊത്തം പൊട്ടി വിൻഡോ കയറി മൊത്തം ഇരുന്നേക്കുമാണ് കംപ്ലീറ്റ്. ഇതാണ് അവസ്ഥ. അടുക്കളയാണ് കേട്ടോ. അടുക്കളയുടെ മേക്കൂരയാണ് ഇത്. കംപ്ലീറ്റ് കണ്ടില്ല, ഉത്തരെല്ലാം കംപ്ലീറ്റ് ചെതലെടുത്ത് തൊടാൻ പറ്റത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ മുഴുവനും മൊത്തം എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. ഇത്രയ്ക്കും ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, കംപ്ലീറ്റും പോയി. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്ന കാരണമാണ് പൊക്കത്തിൽ നിന്ന് ഈ ഒടിഞ്ഞു ചാടുന്നതെല്ലാം വന്ന് തങ്ങി കംപ്ലീറ്റ് ഇതേക്കൂടെ നിൽക്കുകയാണ്. അതാണ് സാഹചര്യം. എനിക്ക് 2 ചോട് ഏലമൊക്കെ ഉണ്ട്. 2 ചോടുണ്ട്. ഒരു ചോട് ഏലം കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് നനയ്ക്കാനൊക്കെ സൗകര്യം കുറവാണ്. വെള്ളമൊക്കെ കുറവായതുകൊണ്ട്, ഇപ്പോൾ വേനലായതുകൊണ്ട് മൊത്തം ഒന്ന് വാടിയൊക്കെ നിൽക്കുക. മൊത്തം ഉണ്ടോ, നിറച്ച് ചിമ്പടിച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഏലം. ഇതാണ് നമ്മുടെ വീടിൻ്റെ
പുറകുവശത്തെ ഒരവസ്ഥയാണിത് കംപ്ലീറ്റ്. പുറകുവശം ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളുമൊക്കെ. ഇനി കടയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തയ്യൽ മെഷീൻ്റെ പരിപാടിയും കാര്യങ്ങളും റിപ്പയറിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നേ ഉള്ളൂ. അത്യാവശ്യം അതാണ് അവസ്ഥ. ഓക്കേ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. ഓക്കേ.